എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൂരാടം നക്ഷത്രത്തിനെക്കുറിച്ചാണ്. പൂരാടം നക്ഷത്രത്തിനെ പൂർവഷാഢ എന്ന് പറയുന്നു. മുന്നത്തെ വിജയ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. 2 നക്ഷത്രങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് പൂരാടം നക്ഷത്രം. മുറം അല്ലെങ്കിൽ ബിഷറി പോലെയാണ് ഇതിൻ്റെ ചിഹ്നം. മഹാലക്ഷ്മി അഥവാ ദേവിയാണ് ഇഷ്ടദൈവം. മഹാലക്ഷ്മി അന്നപൂർണേശ്വരി. വിഷ്ണു ഭജനവും ഗുണകരമാണ്. വ്യാഴാഴ്ചയും പൂരാടം നക്ഷത്രം വരുന്ന ദിവസവും ദേവീക്ഷേത്ര ദർശനം വളരെ നല്ലതാകുന്നു. ജനനദശ ശുക്രദശയിലാണ് ജനിക്കുന്നത്. പൂരാടം നക്ഷത്രക്കാൾ ധനുക്കൂറിലാണ് വരുന്നത്. നക്ഷത്രനാഥൻ ശുക്രനാണ്. ദേവത ജലമാണ്. ഗണം മനുഷ്യഗണം. യോനി പുരുഷയോനി. ഭൂതം വായു. മൃഗം വാനരൻ. പക്ഷി കോഴി. വൃക്ഷം വഞ്ഞി. അക്ഷരം എ. മന്ത്രാക്ഷരം വ. രജ്ജു മധ്യമരജ്ജു. വേദം കടീവേദം. വേദനക്ഷത്രം പൂയം. അനുജന്മ നക്ഷത്രം ഭരണി. ത്രിജന്മ നക്ഷത്രം പൂരം. ജാതി ക്ഷത്രിയനാണ്. ഗോത്രം പുലഹൻ. നാഡി മധ്യപാർശ്വനാഡി. അഷ്ടദിക് ദേവത സിദ്ധി. പൊതുവെ വിശാല മനസ്കരായിരിക്കും ഈ പൂരാടം നക്ഷത്രക്കാർ ഏറെയും. ഗർവും ഡംബും ഉണ്ടായിരിക്കും. താല്പര്യമനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ ഇവർക്ക് ലഭിക്കും. എപ്പോഴും അഭിമാനവും അന്തസ്സും നിലനിർത്തിക്കൊണ്ടേ പെരുമാറുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസം ഇവർ പ്രദർശിപ്പിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുവാൻ സന്നദ്ധരായിരിക്കും ഇവർ. എന്തിനേയും ചെറുത്തു നിൽക്കുന്നതിനും എതിർത്ത് തോൽപ്പിക്കുന്നതിനും അസാമാന്യ കഴിവ് ഇവർക്കുണ്ടാവും. അല്പം മൂലധനം മുടക്കി എന്തെങ്കിലും വ്യവസായം തുടങ്ങിയാൽ അത് വളരെയധികം മെച്ചപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാൻ ഇവർക്ക് കഴിയും. ബുദ്ധിയും കലാഹൃദയവും ഉള്ളവരായിരിക്കും. ഒന്ന് പ്രസംഗിച്ച് മറ്റൊന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. വ്യവഹാരത്തിൽ പ്രത്യേകം അഭിനിവേശം ഇവർക്കുണ്ടാവും. വിവാഹത്തിൽ ആലോചനാ അവസരങ്ങൾ, വിവാഹത്തിൽ ചില അലോസരങ്ങളൊക്കെ വരാം. വിവാഹത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഒരു വഴക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി പൂരാടം നാളിൽ ജനിച്ചാൽ 1-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്ക് ദോഷം. 2-ാം പാദത്തിൽ ജനിച്ചാൽ അച്ഛന് ദോഷം. 3-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവന് ദോഷം. 4-ാം പാദത്തിൽ ജനിച്ചാൽ തനിക്ക് തന്നെ ദോഷം. ഇത് കൃഷ്ണപക്ഷത്ത് ജനിക്കുമ്പോഴാണ്. ശുക്ലപക്ഷത്താണെങ്കിൽ യാതൊരു കുഴപ്പവും ഈ നക്ഷത്രത്തിനുണ്ടാവുകയില്ല. പൂരാടം നക്ഷത്രക്കാർക്ക് ചെയ്യേണ്ടിയിരുന്ന തൊഴിൽ വ്യോമയാനം, വ്യവസായം, ഷിപ്പിംഗ് വ്യവസായം, വിനോദമേഖല, ടോക്ക് ഷോ, ടെലിവിഷൻ, എഴുത്തുകാരൻ, സമ്പാദകൻ, ട്രാൻസ്പോർട്ടേഷൻ എന്നീ തൊഴിലുകൾ ഇവർക്ക് വളരെയധികം ഗുണമാണ്. അതിൽ നിന്ന് ധാരാളം ആദായവും അവർക്ക് കിട്ടും. ഇനി പൂരാട നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നങ്ങൾ. പൂരാട നക്ഷത്രക്കാരുടെ ഭാഗ്യരത്നം വജ്രമാണ്. വജ്രത്തിനെ വൈരമെന്നും ഹീരമെന്നും വിളിക്കുന്നു. ഡയമണ്ട്. നക്ഷത്രനാഥനായ ശുക്രൻ്റെ സ്വാധീനമുള്ള രത്നമാണ് വജ്രം. വെള്ള നിറമാണ് വജ്രത്തിന്. ഇതിന് സിർക്കോൺ റിയൽ, വൈറ്റ് അക്വാമറൈൻ സ്ഫടികം എന്നീ ഉപരത്നങ്ങളും ഉണ്ട്. അതും ധരിക്കാവുന്നതാണ്. 10 സെൻറ്റെങ്കിലും തൂക്കം ഈ രത്നത്തിനുണ്ടാവണം. മോതിരത്തിൽ ഘടിപ്പിച്ച് പൂജാദികൾ കഴിച്ച് ശുദ്ധി വരുത്തി വലതു കൈയിലെ മോതിരവിരലിൽ ധരിക്കുക. വെള്ളിയാഴ്ച ധരിച്ചു തുടങ്ങാം. സൂര്യോദയം കഴിഞ്ഞ് 1 മണിക്കൂർ സമയത്തിലെ ശുക്രഹോരയിൽ, 1 മണിക്കൂറിനകത്ത്, സൂര്യോദയം കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനകത്തുള്ള ശുക്രഹോരയിൽ ഇത് ധരിക്കണം. ഇതിന് വിശദമായിട്ട് ധരിക്കുന്നതിന് മുമ്പ് ഒരു ജ്യോതിഷൻ്റെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി പൂരാട നക്ഷത്രക്കാരുടെ ഭാഗ്യ നിറങ്ങളെന്ന് പറയുന്നത് മഞ്ഞയും ക്രീമുമാണ്. ഈ നിറങ്ങൾ ഭാഗ്യം തരുന്നവർ ഇൻ്റർവ്യൂവിനോ മത്സര പരീക്ഷകൾക്കോ മീറ്റിങ്ങുകൾക്കോ മറ്റു എന്തെങ്കിലും കാര്യസാധ്യത്തിനൊക്കെ പോകുമ്പോൾ ഈ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഇവർക്ക് ഭാഗ്യം ലഭിക്കുന്നതാകുന്നു. ഇനി രുദ്രാക്ഷം ധരിക്കാനാണ്. ഇപ്പോൾ ഏത് ദശയാണ് നടക്കുന്നത് ആ ദശാനാഥൻ്റെ സ്വാധീനമുള്ള രുദ്രാക്ഷം ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ 5 മുഖമുള്ള രുദ്രാക്ഷം എല്ലാവർക്കും ധരിക്കാം. അത് നൂലിൽ കെട്ടിയോ വെള്ളി സ്വർണ്ണ ഇവയിൽ കോർത്തോ ധരിക്കാവുന്നതാണ്. സൂര്യദശയാണെങ്കിൽ 1 മുഖം, ചന്ദ്രദശ 2 മുഖം, കുജദശ 3 മുഖം, ബുധദശ 4 മുഖം, ഗുരുദശ 5 മുഖം, ശുക്രദശ 6 മുഖം, ശനിദശ 7 മുഖം, രാഹുർദശ 8 മുഖം, കേതുർദശ 9 മുഖം. എല്ലാ ഗ്രഹത്തിൻ്റെയും സ്വാധീനം ലഭിക്കുവാൻ 10 മുഖമുള്ള രുദ്രാക്ഷം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 11 മുതൽ മുകളിലോട്ടുള്ള മുഖമുള്ള രുദ്രാക്ഷത്തിന് പ്രത്യേക കാര്യസാധ്യത്തിന് ധരിക്കാവുന്നതാണ്. പിന്നെ ഗൗരി ശങ്കരൻ, ഗർഭജ്യോതി, ത്രിചൂതി എന്നീ അതിവിശിഷ്ട രുദ്രാക്ഷങ്ങളും ധരിക്കാം. ശിവഭഗവാന്റെ കൺപീലിയിലെ വേർപ്പ് തുള്ളികൾ ഭൂമിയിൽ വീണാണ് രുദ്രാക്ഷ സസ്യങ്ങൾ മുളച്ചത്. ഈ സസ്യത്തിൻ്റെ കുരുക്കളാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത്. രുദ്രാക്ഷം ധരിക്കുമ്പോൾ ശിവഭക്തരാകണം. വിഭൂതി അരിയണം. അവർ മരിച്ചു കഴിഞ്ഞാൽ ശിവഭഗവാന്റെ ലോകത്തേക്ക് പോകും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതും രത്നധാരണത്തിനും വാസ്തുപരമായും
രുദ്രാക്ഷ ധാരണത്തിനൊക്കെയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് നിങ്ങൾ എന്നെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെട്ടാൽ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.